ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില്ല ഗസ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും 100-ൽ താഴെ മാത്രം നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ ഈ സാർത്തവാഹക സംഘം എത്തിയിട്ടുള്ളത്. 18 വർഷമായി ഗസ സ്ട്രിപ്പിലേക്ക് ഇസ്രായേൽ വെച്ചിരിക്കുന്ന മാരിടൈം ബ്ലോക്കേഡ്, ഈ ബ്ലോക്കേഡ് തകർത്ത് അകത്ത് കയറുക എന്നതാണ്. അകത്ത് കയറാനുള്ള ഇന്നേ വരെ നടന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ശ്രമമാണ് ഇപ്പോൾ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില്ലയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 44 വെസലുകൾ, അതിൽ 500ഓളം വരുന്ന ആക്ടിവിസ്റ്റുകൾ ഈ ഫ്ലോട്ടില്ലയുടെ ഭാഗമായി ഇപ്പോൾ ഗസ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും, തടയും എന്നതാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്പെയിനും ഇറ്റലിയും എസ്കോട്ടായി നേവി കപ്പലുകളെ ഇവരുടെ കൂടെ അയച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 1 ബാഴ്സലോണയിൽ നിന്ന് തുടങ്ങിയ ഈ ഫ്ലോട്ടില്ല മെഡിറ്ററേനിയൻ കടലിലൂടെ ചുറ്റുമുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്ന് നിരവധി വെസലുകൾ ഒപ്പം ചേർന്ന് ഇപ്പോൾ 44 വെസലുകളാണ് ഗസ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആയുധങ്ങളോ ഒന്നുമല്ല. ഇസ്രായേൽ പറയുന്നത് പോലെ ആയുധങ്ങൾ നിറച്ച കപ്പലുകളല്ല വരുന്നത്, മറിച്ച് ഭക്ഷണവും മരുന്നും അടക്കമുള്ള ഗസയിലേക്കുള്ള പ്രതീകാത്മകമായ മാനുഷികമായ സഹായങ്ങൾ അടങ്ങിയ ചെറിയ പായക്കപ്പലുകളാണ് ഈ വെസലുകൾ. ഓരോ വെസലുകളും അതാണ് ഗസ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ മെറിടൈം ബ്ലോക്ക് തകർക്കാൻ ഈ ഫ്ലോട്ടിലേക്കാകുമോ എന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ആക്ടിവിസ്റ്റുകളുടെ കൂട്ടത്തിൽ പ്രശസ്തരായ ഒരുപാട് പേരുണ്ട്. സ്വീഡിഷ് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റായ ഗ്രേറ്റ തൻബർഗ്, അതുപോലെ നെൽസൺ മണ്ടേലയുടെ പൗത്രനായ മണ്ടേല, ബാഴ്സലോണയുടെ മുൻ മേയർ, ഇങ്ങനെ നിരവധി ആക്ടിവിസ്റ്റുകളാണ് ഈ ഫ്ലോട്ടില്ലയുടെ ഭാഗമായുള്ളത്. ഫ്ലോട്ടില്ല ലൈവ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളിലൂടെ ലോകം ഇവരെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഫുട്ടേജുകൾ ലൈവായി സോഷ്യൽ മീഡിയകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. 2 വെസലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായി എന്ന് പറയപ്പെടുന്നു. ഇസ്രായേലിൻ്റെ നാവിക കപ്പൽ ഇവർക്ക് ചുറ്റും വട്ടമിടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ദൗത്യ സംഘം ഗസയിലെത്തുമോ അതോ ഇസ്രായേൽ ഇവരെ തടഞ്ഞു വെക്കുമോ എന്ന കൗതുകത്തിലാണ് ലോകം. ഇത് ഗസയിലെത്തുകയാണെങ്കിൽ പലസ്തീനെ അംഗീകരിക്കാൻ വേണ്ടി ലോകം നടത്തുന്ന പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ എഴുതി വെക്കപ്പെടുന്ന വലിയൊരു ഇൻസിഡൻ്റായി മാറുക തന്നെ ചെയ്യും. അതല്ല, ഇസ്രായേൽ മുൻ നാവിക ശ്രമങ്ങളെപ്പോലെ ഇതും തടയുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ക്രൂരതകളിൽ ഒന്നു മാത്രമായി ഈ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില്ല അവശേഷിക്കും. എങ്കിലും ലോകം മൗനിയാകുന്ന സമയത്ത് ധീരതയോടെ ഈ ശ്രമം ഏറ്റെടുത്തതിന് ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില്ല എന്നും അറിയപ്പെടുക തന്നെ ചെയ്യും.